ഒരു ദിവസം നിങ്ങൾ പള്ളിയിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർ കയറി വരികയാണ് ബോംബുമായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളെ കൊല്ലാൻ. എന്തും കൊണ്ട് നിങ്ങളെ കൊല്ലാൻ വരുന്നു? നിങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട്. ഞാനീ പറയുന്ന കെട്ടുകഥയൊന്നുമല്ല. സിറിയയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവമാണ്. സിറിയ എന്ന രാജ്യത്തിൻ്റെ ഉള്ളിൽ മാത്രം എപ്പോഴും ഒരു യുദ്ധം ഉണ്ടാവാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇസ്ലാം മതത്തിലുള്ളവർ മാത്രം അവിടെ പ്രധാനമന്ത്രി ആയാൽ മതി എന്നൊരു അജണ്ട അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം എപ്പോഴും നടന്നിരിക്കുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മുസ്ലിം സംഘടനയിലുള്ള അലവിത്തർമാരായ ഒരു കൂട്ടമുണ്ട്. ഇവരെല്ലാവരെയും തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ അത്യാവശ്യം പണക്കാരായ ക്രിസ്ത്യൻസിനെ ആ നാട്ടിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ പാവപ്പെട്ട ക്രിസ്ത്യൻസിന് അവരുടെ അടിവസ്ത്രം അയച്ച് അവരുടെ തലപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് അവരെ കൊന്നുകളഞ്ഞത്. പള്ളികൾ പൊളിച്ചു, വിശ്വാസം ചെതറി. ഇതെല്ലാം മതത്തിൻ്റെ പേരിലല്ല, അധികാരത്തിൻ്റെ പേരിലാണ്. ഇതൊന്നും മുസ്ലിം മതത്തിൻ്റെ പേരിലല്ല, അധികാരത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇതുണ്ടായത്. പക്ഷേ മുസ്ലിം മതത്തെ ഒരു മുഖം മൂടിയായിട്ട് ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പ്രധാന പ്രശ്നം ഇവിടെ ഒന്നുമല്ല, ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. 2023 കൊച്ചിയിൽ ഒരു പള്ളിയിൽ ഞായറാഴ്ച രാവിലെ ഒരാൾ വന്നത് ബോംബിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പരോക്ഷമായിട്ട് എന്ത് കാരണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അത് വേറെ ഒന്നുമല്ല, ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമാണ്. ഇസ്രായേലിൽ മൊത്തം ക്രിസ്ത്യൻസാണ്. ക്രിസ്ത്യൻസ് കാരണമാണ് പാലസ്തീനിലെ മുസ്ലിംസ് മരിക്കുന്നത് എന്നൊരു വിദ്വേഷം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ല പവിത്രമായ ദൈവസന്നിധിയിൽ തന്നെ അവൻ ഒരു നാശം വിതയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സത്യസന്ധമായ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതും കൊണ്ടല്ല, അവൻ്റെ മനസ്സിൽ തീവ്രവാദം കടന്നുകൂടിയതും കൊണ്ട് തന്നെയാണ്. കാരണം അവൻ്റെ മനസ്സിൽ ക്രിസ്ത്യാനികൾ നീചന്മാരാണ്, അവർ ഇല്ലാതായാലേ എൻ്റെ രാജ്യമായ പാലസ്തീൻ രക്ഷപ്പെടുള്ളൂ, മുസ്ലിംസ് രക്ഷപ്പെടുള്ളൂ എന്നൊരു തീവ്ര വിശ്വാസം അവൻ്റെ മനസ്സിൽ ആ മതഭ്രാന്ത് ആരോ കുത്തിവെക്കുക തന്നെ ചെയ്തത്. ഇതെല്ലാം കാണുമ്പോൾ നാം ഒരു കാര്യം മറക്കരുത്, കേരളത്തിലെ എല്ലാ മുസ്ലിം സഹോദരന്മാരും സമാധാനത്തിൻ്റെയും മതസൗഹാർദ്ദവും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഒരു ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഒരുമിച്ച് നടന്നാൽ അതിപ്പോൾ മതസൗഹാർദ്ദമായി. പണ്ട് വെറും സൗഹാർദ്ദവും വെറും സുഹൃത്തുക്കളുമായിരുന്നു. ഇപ്പം അതിലും മതം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം അങ്ങനെ ഉപയോഗിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവൻ ആരുടെങ്കിലും കത്തിക്കോ ബോംബിനോ ഇരയായി മരിക്കുന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. തീവ്രവാദം ഒരു വിശ്വാസമല്ല, അത് മനസ്സിലൊരു വിഷം മാത്രമാണ്. ഈ അന്താരാഷ്ട്ര തലത്തിൽ മൊത്തം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ അവിടെ ഈ തീവ്രവാദ ഗ്രൂപ്പ്സ് കുറെ കൂടുതലാണ്. ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ മുസ്ലിം, നമ്മുടെ ക്രിസ്ത്യൻ എന്നീ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വിഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഈ ഭാഷ കേരളത്തിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ലവ് ജിഹാദ്, അതുപോലെ മതപ്രചാരങ്ങൾ, ഇതെല്ലാം ഓരോ ക്രൈസ്തവരെയും ശരിക്കും പറഞ്ഞാൽ പേടിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഭീകരതയെ മതത്തിന്റെ പേരിൽ തിരിച്ചറിയരുത്. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താണ് മനസ്സിൽ പറയുക? നാം ക്രൈസ്തവർ, നമ്മൾ ക്രൈസ്തവർ. അവിടെ ജാതി വിവേചനം വീണ്ടും വന്നു. നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൈവത്തിന്റെ പ്രാർത്ഥന മാത്രമല്ല, സമാധാനത്തിന്റെ പ്രാർത്ഥനയും കൂടി ആവശ്യമാണ്, അതിൻ്റെ പ്രവർത്തനവും കൂടി ആവശ്യമാണ്. മതം പിരിയാനുള്ളതല്ല, അത് ചേർത്ത് വെക്കാനുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, എൻ്റെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെ തിരിച്ചടിക്കണം എന്നൊരു മനോഭാവം എല്ലാ ക്രൈസ്തവർക്കും ചിലപ്പോൾ ഉണ്ടായി എന്നും വരും. അപ്പോഴെന്താവും? ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മതകലഹം എന്തായാലും ഉണ്ടാവും. അവിടുന്ന് ഭരണം മാറും, പൊളിറ്റിക്സ് മാറും. ഇത് പല പൊളിറ്റീഷ്യന്മാരും ചൂഷണം ചെയ്യും. അവസാനം മതത്തിന്റെ പേരിൽ നിങ്ങളുടെ ജീവൻ നഷ്ടമായത് മാത്രം മിച്ചം. ഭീഷണി സത്യമാണ്, ഭയപ്പെടുകയല്ല വേണ്ടത്, ഒരുമിച്ച് നിന്ന് പോരാടുകയാണ് വേണ്ടത്. എന്ന് വെച്ചിട്ടൊരു യുദ്ധം പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്.